Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ED ഇതിൻ്റെ പൂർണ്ണരൂപം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം. ഇതാണ് അർത്ഥം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയാണ് ഇ ഡി. ഇ ഡി റെയ്ഡ് നടത്തുന്നു ഹോസ്പിറ്റൽസ്, ഹോംസ്, ആശുപത്രികളിലും വീടുകളിലും ഇ ഡി റെയ്ഡ് നടത്തുന്നു. അക്രോസ് കേരള, അക്രോസ് എന്നാൽ ആകമാനം എന്നുള്ള അർത്ഥമാണ്. അക്രോസ് കേരള, കേരളം ഒട്ടാകെ. ഇൻ ഓർഗൻ ട്രാഫിക്കിംഗ്, മണി ലോണ്ടറിങ്, പ്രോബ്. ഓർഗൺ എന്നാൽ അവയവം എന്നാണ് അർത്ഥം. ട്രാഫിക്കിംഗ് എന്നാൽ കടത്ത് എന്നുള്ള അർത്ഥമാണ്. ഓർഗൻ ട്രാഫിക്കിംഗ്, അവയവക്കടത്ത്. മണി ലോണ്ടറിങ് എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നുള്ള അർത്ഥമാണ്. മണി ലോണ്ടറിങ്. പ്രോബ് എന്ന് വെച്ചാൽ അന്വേഷണം. അവയവക്കടത്തും കള്ളപ്പണ ഇടപാടുകളും സംബന്ധിച്ച അന്വേഷണത്തിൻ്റെ ഭാഗമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസി, കേരളമൊട്ടാകെ എല്ലാ ആശുപത്രികളിലും വീടുകളിലും റെയ്ഡ് നടത്തി. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. കൊച്ചി, ജൂൺ 18. ദി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓൺ തേഴ്സ്ഡേ, വ്യാഴാഴ്ച, ക്യാരിഡ് ഔട്ട്. ക്യാരി ഔട്ട് എന്നാൽ നിർവഹിക്കുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് ക്യാരിഡ് ഔട്ട്, നിർവഹിച്ചു. എക്സ്റ്റെൻസീവ് സെർച്ച് എന്നാൽ പരിശോധനകൾ. എക്സ്റ്റെൻസീവ് എന്നാൽ അർത്ഥം വിശാലമായ എന്നുള്ള അർത്ഥമാണ്. അതിവ്യാപകമായ, സമഗ്രമായ, ഇതൊക്കെയാണ് അർത്ഥം. അക്രോസ് കേരള, കേരളം ഒട്ടാകെ. ആസ് പാർട്ട് ഓഫ് മണി ലോണ്ടറിങ് ഇൻവെസ്റ്റിഗേഷൻ, ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ അന്വേഷണം. മണി ലോണ്ടറിങ് എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ. ആസ് പാർട്ട് ഓഫ് എന്നാൽ ഭാഗമായി. വ്യാഴാഴ്ച ദിവസം ഇ ഡി കേരളം ആകമാനം അന്വേഷണത്തിൻ്റെ ഭാഗമായി, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായി കേരളം ഒട്ടാകെ ഇ ഡി തിരച്ചിലുകൾ നടത്തി. എക്സ്റ്റെൻസീവ് സെർച്ച്, സമഗ്രമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള തിരച്ചിലുകൾ നടത്തി. ക്യാരിഡ് ഔട്ട്, നിർവഹിച്ചു വ്യാഴാഴ്ച ദിവസം. ലിങ്ക്ഡ് എന്നാൽ ബന്ധപ്പെട്ട്. ലിങ്ക്ഡ് ടു എൻ അലേജ്ഡ് ഓർഗൻ ട്രാഫിക്കിംഗ് റാക്കറ്റ്. ഓർഗൻ ട്രാഫിക്കിംഗ് റാക്കറ്റ് എന്നാൽ അവയവക്കടത്ത് സംഘം എന്നുള്ള അർത്ഥമാണ്. അലേജ്ഡ് എന്നാൽ ആരോപണ വിധേയരായിട്ടുള്ള. ദാറ്റ് ഈസ് അക്യൂസ്ഡ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഇലീഗൽ ഓർഗൻ ഡൊണേഷൻസ് യൂസിങ് ഫോർജ്ഡ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻഡ്യൂസ്മെൻറ്റ്സ്. ഫെസിലിറ്റേറ്റ് എന്നാൽ നിർവഹിക്കുക, എളുപ്പമാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇലീഗൽ എന്നാൽ നിയമവിരുദ്ധമായ. ഇല്ലീഗൽ ഓർഗൻ ഡൊണേഷൻസ്, ഡൊണേഷൻ എന്നാൽ ദാനം ചെയ്യൽ. നിയമവിരുദ്ധമായിട്ടുള്ള അവയവം ദാനം ചെയ്യൽ. എങ്ങനെയാണ്? യൂസിങ്, ഉപയോഗിച്ചുകൊണ്ട്. ഫോർജ്ഡ് ഡോക്യുമെൻറ്റ്സ് എന്നാൽ രേഖകൾ. ഫോർജ്ഡ് എന്നാൽ വ്യാജമായിട്ടുള്ള എന്നുള്ള അർത്ഥം. വ്യാജമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ, രേഖകൾ ഉപയോഗിച്ചുകൊണ്ട്. ആൻഡ് ഫൈനാൻഷ്യൽ ഇൻഡ്യൂസ്മെൻറ്റ്സ് എന്നാൽ പ്രലോഭനങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ഫൈനാൻഷ്യൽ ഇൻഡ്യൂസ്മെൻറ്റ്, സാമ്പത്തിക പ്രലോഭനങ്ങൾ. വ്യാജരേഖകളും സാമ്പത്തിക പ്രലോഭനങ്ങളും നൽകിക്കൊണ്ട് അനധികൃത അവയവദാനങ്ങൾ നടത്താൻ സഹായിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു അവയവക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇ ഡി വ്യാഴാഴ്ച കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടത്തി. എക്സ്റ്റെൻസീവ് സെർച്ച്, വ്യാപക പരിശോധനകൾ. മണി ലോണ്ടറിങ് ഇൻവെസ്റ്റിഗേഷൻ, കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണം. അലേജ്ഡ് ഓർഗൻ ട്രാഫിക്കിംഗ് റാക്കറ്റ്, ആരോപണ വിധേയരായിട്ടുള്ള അവയവക്കടത്ത് സംഘം. ഫെസിലിറ്റേറ്റിംഗ്, സഹായിക്കുക. ഇല്ലീഗൽ ഓർഗൻ ഡൊണേഷൻസ്, അനധികൃത അവയവദാനം. ഫൈനാൻഷ്യൽ ഇൻഡ്യൂസ്മെൻറ്റ്സ്, സാമ്പത്തിക പ്രലോഭനങ്ങൾ.
ഇതൊക്കെയാണ് ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ. ദ റെയ്ഡ്സ് വർ കണ്ടക്റ്റഡ്. കണ്ടക്റ്റ് എന്നാൽ നിർവഹിക്കുക. ഈ റെയ്ഡുകൾ നിർവഹിക്കപ്പെട്ടു അറ്റ് സെവറൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. സെവറൽ എന്നാൽ ഒരുപാട് പ്രൈവറ്റ് ആശുപത്രികളിൽ, സ്വകാര്യ ആശുപത്രികളിൽ റെയ്ഡുകൾ നിർവഹിച്ചു, റെയ്ഡുകൾ നടത്തി. ആൻഡ് റെസിഡൻഷ്യൽ പ്രമിസസ് ഇൻ കൊച്ചി. പ്രമിസസ് എന്നാൽ ഗ്രഹചുറ്റുപാട് എന്നുള്ള അർത്ഥം. വീട്, പരിസരം, ചുറ്റുപാട്, ഇതൊക്കെയാണ് അർത്ഥം. ഇൻ കൊച്ചി, കൊച്ചിയിൽ. ആൻഡ് തിരുവനന്തപുരം ആൻഡ് കോട്ടയം. ഈ പറഞ്ഞ ജില്ലകളിലൊക്കെ, തിരുവനന്തപുരത്തും കൊച്ചിയിലും കോട്ടയത്തും എന്നീ ജില്ലകളിൽ നിരവധി സ്വകാര്യ ആശുപത്രികളിലും താമസ സ്ഥലങ്ങളിലുമാണ് റെയ്ഡുകൾ നടത്തിയത്. ഒരുപാട് ആശുപത്രികളിലും, പ്രൈവറ്റ് ആശുപത്രികളിലും, അതുപോലെ തിരുവനന്തപുരത്തും കോട്ടയത്തും കൊച്ചിയിലും ഒരുപാട് വീടുകളിലും താമസ സ്ഥലങ്ങളിലും ED പരിശോധനകൾ നടത്തി, റെയ്ഡുകൾ നടത്തി. അക്കോർഡിംഗ് ടു ദ ED വിവരപ്രകാരം, ED പറയുന്നതനുസരിച്ച്, ദി ഇൻവെസ്റ്റിഗേഷൻ, ഈ അന്വേഷണം, വാസ് ഇനീഷ്യേറ്റഡ്. ഇനീഷ്യേറ്റ് എന്നാൽ ആരംഭിക്കുക എന്നുള്ള അർത്ഥമാണ്. ഓൺ ദ ബേസിസ് ഓഫ് മൾട്ടിപ്പിൾ FIRs. മൾട്ടിപ്പിൾ എന്നാൽ ഒരുപാട്, ബേസിസ് ഓഫ് എന്നാൽ അടിസ്ഥാനത്തിൽ എന്നുള്ള അർത്ഥമാണ്. ഒരുപാട് FIRകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ആരംഭിച്ചത്, അന്വേഷണത്തിന് തുടക്കമിട്ടത്. ED പറയുന്നത് പ്രകാരമുള്ള കാര്യമാണിത്. രജിസ്റ്റേർഡ് ബൈ ദ കേരള പോലീസ്. കേരള പോലീസിനാൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് FIRകൾ, കേരള പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഇൻ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സ്, വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളിൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം തുടങ്ങിയത്. എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ്, വ്യക്തികൾക്ക് എതിരായിട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അലേജഡ്ലി ഇൻവോൾവ്ഡ് എന്നാൽ ഉൾപ്പെടുന്ന, അലേജഡ്ലി ഇൻവോൾവ്ഡ്, പങ്കെടുത്തു, ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകൾ, ഇത്തരം വ്യക്തികൾക്കെതിരായിട്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ വിവിധ ജില്ലകളിലായിട്ട്. ഇൻ അറേഞ്ചിങ് അൺലോഫുൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്നാൽ ശരീരത്തിൻ്റെ അവയവം മാറ്റിവയ്ക്കുക, ഇതാണ് അർത്ഥം. അൺലോഫുൾ എന്നാൽ നിയമവിരുദ്ധമായ എന്നുള്ള അർത്ഥമാണ്, നിയമം അനുവദിക്കാത്ത. അറേഞ്ച് എന്നാൽ സംഘടിപ്പിക്കുക, സംഘടിപ്പിക്കൽ. അറേഞ്ചിങ് അൺലോഫുൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ്, അനധികൃതമായിട്ടുള്ള അവയവ ശസ്ത്രക്രിയകൾ സംഘടിപ്പിക്കൽ. കൊച്ചി, തിരുവനന്തപുരം, കോട്ടയം എന്നീ ജില്ലകളിലെ നിരവധി ആശുപത്രികളിലും താമസ സ്ഥലങ്ങളിലുമാണ് ED റെയ്ഡുകൾ നടത്തിയത്. ED പറഞ്ഞു, അനധികൃത അവയവ ശസ്ത്രക്രിയകൾ സംഘടിപ്പിച്ചതായിട്ട് ആരോപിക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെ കേരള പോലീസ് വിവിധ ജില്ലകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചതെന്ന് ED പറഞ്ഞു. ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥർ പറഞ്ഞു, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻസ് എന്നാൽ അന്വേഷണങ്ങൾ. പ്രിലിമിനറി എന്നാൽ പ്രാഥമികമായ എന്നുള്ള അർത്ഥമാണ്, പ്രാരംഭഘട്ടത്തിലുള്ള. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻസ് ഹാവ് റിവീൽ എന്നാൽ ഇവിടെ തെളിയിക്കപ്പെടുക എന്നുള്ള അർത്ഥമാണ്, വെളിപ്പെടുത്തുക, ഇതൊക്കെയാണ് അർത്ഥം. വെളിപ്പെട്ടു, ഈ പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടു എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്താണ് വെളിപ്പെട്ടത്? ദാറ്റ് ദി അക്യൂസ്ഡ്, പ്രതികൾ, ഓപ്പറേറ്റഡ് ആസ് ഇൻ്റർമീഡിയറീസ് ബിറ്റ്വീൻ ഓർഗൻ ഡോണേഴ്സ്, റെസിപ്പിയൻസ് ആൻഡ് ഹോസ്പിറ്റൽസ്. ഇൻ്റർമീഡിയറി എന്നുള്ള അർത്ഥം മധ്യസ്ഥൻ എന്നുള്ള അർത്ഥമാണ്, ഇടനിലക്കാരൻ. ഇവിടെ ഇടനിലക്കാരൻ എന്നുള്ള അർത്ഥമാണ്. ഇൻ്റർമീഡിയറീസ്, ഇടനിലക്കാരായിട്ട് പ്രവർത്തിച്ചു. ബിറ്റ്വീൻ, ഇടയിൽ. ഓർഗൻ ഡോണേഴ്സ്, ഡോണർ എന്നാൽ അവയവം നൽകുന്ന ആൾ എന്നുള്ള അർത്ഥമാണ്. റെസിപ്പിയൻ്റ് എന്നാൽ ഗുണഭോക്താവ് എന്നുള്ള അർത്ഥമാണ്. ആരാണോ അവയവം സ്വീകരിക്കുന്നവർ അവരാണ് റെസിപ്പിയൻസ്. ചാർജിങ്, ഈടാക്കിക്കൊണ്ട്, പണം ഈടാക്കിക്കൊണ്ട്
സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട്സ് ഓഫ് മണി ടു ഫെസിലിറ്റേറ്റ് ഓർഗൻ ഡൊണേഷൻസ്. ഫെസിലിറ്റേറ്റ് എന്നാൽ സംഘടിപ്പിക്കുക. സബ്സ്റ്റാൻഷ്യൽ എന്നാൽ കാര്യമായ എന്നുള്ള അർത്ഥമാണ്, ഉറപ്പുള്ള ഇതൊക്കെയാണ് അർത്ഥം. എമൗണ്ട് എന്നാൽ തുക. സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട്സ് ഇതിനർത്ഥം വൻ തുക എന്നുള്ള അർത്ഥമാണ്. ഉദ്യോഗസ്ഥർ പറഞ്ഞു, പ്രാഥമിക അന്വേഷണത്തിൽ പ്രതികൾ അവയവദാതാക്കൾ, അവയവം നൽകുന്ന ആളുകൾ, അവയവം സ്വീകരിക്കുന്ന ആളുകൾ, ഇവർ ആശുപത്രികൾ എന്നിവർക്കിടയിൽ ഇടനിലക്കാരായിട്ട് പ്രവർത്തിച്ചിരുന്നതായിട്ട് കണ്ടെത്തിയതായിട്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതികൾ ഇവർക്കിടയിൽ ഇടനിലക്കാരായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് കണ്ടെത്തിയ അന്വേഷണത്തിൽ, പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അവയവദാനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വൻ തുക ഈ പ്രതികൾ ഈടാക്കിയിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓപ്പറേറ്റഡ് ആസ് ഇൻ്റർമീഡിയറീസ് ഇതിനർത്ഥം ഇടനിലക്കാരായി പ്രവർത്തിച്ചു എന്നുള്ള അർത്ഥമാണ്. ഓപ്പറേറ്റ് എന്നാൽ പ്രവർത്തിക്കുക. ഓർഗൻ ഡോണേഴ്സ് അവയവം നൽകുന്ന ആളുകൾ. റെസിപ്പിയൻസ് അവയവം സ്വീകരിക്കുന്ന ആളുകൾ. ഫെസിലിറ്റേറ്റ് ഓർഗൻ ഡൊണേഷൻസ് ഇതിനർത്ഥം അവയവദാനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ബേസ്ഡ് ഓൺ ദീസ് ഫൈൻഡിങ്സ് എന്നാൽ ഈ കണ്ടെത്തലുകൾ, ഫൈൻഡിങ്സ് എന്നാൽ കണ്ടെത്തലുകൾ, ബേസ്ഡ് ഓൺ എന്നാൽ അടിസ്ഥാനത്തിൽ. ബേസ്ഡ് ഓൺ ദീസ് ഫൈൻഡിങ്സ് ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ദി ഏജൻസി ഈ അന്വേഷണ സംഘം രജിസ്റ്റേർഡ് എ കേസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അണ്ടർ ദ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. പ്രിവെൻഷൻ എന്നാൽ തടയൽ എന്നുള്ള അർത്ഥമാണ്. പ്രിവെൻഷൻ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം ഇതാണ് അർത്ഥം. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഇതിൻ്റെ കീഴിലുള്ള വകുപ്പ് ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ. ആൻഡ് ലോഞ്ച്ഡ് ആരംഭിച്ചു എ ഡീറ്റെയിൽഡ് പ്രോബ് എന്നാൽ അന്വേഷണം, ഡീറ്റെയിൽഡ് എന്നാൽ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. ഇൻ ടു ദ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ലിങ്ക്ഡ് ടു ദ നെറ്റ്വർക്ക്. ഫൈനാൻഷ്യൽ എന്നാൽ സാമ്പത്തികമായ, ട്രാൻസാക്ഷൻസ് എന്നാൽ ഇടപാടുകൾ, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ. ലിങ്ക്ഡ് ടു ദ നെറ്റ്വർക്ക് ഈ ശൃംഖലയുമായി ബന്ധപ്പെട്ട, ഈ ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലിങ്ക്ഡ് ടു ദ നെറ്റ്വർക്ക്. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ED കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം PMLA ഈ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ഈ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട, ഈ ശൃംഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ദ സെർച്ച് ഈ പരിശോധനകൾ പ്രൈമറിലി ടാർഗറ്റഡ്. പ്രൈമറിലി എന്നാൽ അർത്ഥം പ്രധാനമായും എന്നുള്ള അർത്ഥമാണ്. ഒന്നാമതായി ടാർഗറ്റഡ് ഹോസ്പിറ്റൽസ്. ടാർഗറ്റ് എന്നാൽ ലക്ഷ്യം വയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. ദാറ്റ് അലേജ്ഡ്ലി ഹാഡ് ഫൈനാൻഷ്യൽ ഡീലിങ്സ് വിത്ത് നജീബ്. ഡീലിങ്സ് എന്നാൽ ഇടപാടുകൾ, ഫൈനാൻഷ്യൽ ഡീലിങ്സ് സാമ്പത്തിക ഇടപാടുകൾ വിത്ത് നജീബ് നജീബുമായിട്ട്. ഈ വ്യക്തി who is considered one of the key accused in the case. അക്യൂസ്ഡ് എന്ന് വെച്ചാൽ പ്രതി, കീ അക്യൂസ്ഡ് എന്നാൽ പ്രധാന പ്രതി എന്നുള്ള അർത്ഥമാണ്. കൺസിഡർ എന്നാൽ കണക്കാക്കുക, കൺസിഡേർഡ് കണക്കാക്കപ്പെടുന്ന എന്നാണ് അർത്ഥം. കൺസിഡേർഡ് വൺ ഓഫ് ദ കീ അക്യൂസ്ഡ് പ്രധാന പ്രതികളിൽ ഒരാളായിട്ട് കണക്കാക്കപ്പെടുന്ന. പ്രൈമറിലി ടാർഗറ്റഡ് എന്നാൽ പ്രധാനമായും ലക്ഷ്യമിട്ടത്. അലേജ്ഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്ന. ഈ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായിട്ട് കണക്കാക്കപ്പെടുന്ന നജീബുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായിട്ട് കരുതപ്പെടുന്ന, ആരോപിക്കപ്പെടുന്ന ആശുപത്രികളിലാണ് പ്രധാനമായിട്ടും പരിശോധന നടത്തിയത്. ആ ആശുപത്രികളെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇൻ കൊച്ചി അലോൺ. അലോൺ എന്നാൽ മാത്രം എന്നുള്ള അർത്ഥമാണ്. ഇൻ കൊച്ചി അലോൺ കൊച്ചിയിൽ മാത്രം. ED ടീംസ് കണ്ടക്റ്റഡ് ED ടീം സംഘം നടത്തി റെയ്ഡുകൾ അറ്റ് 3 ലൊക്കേഷൻസ് 3 സ്ഥലങ്ങളിലായിട്ട് കൊച്ചിയിൽ മാത്രം ED റെയ്ഡുകൾ നടത്തി. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അന്വേഷണ ഉദ്യോഗസ്ഥർ ആർ എക്സാമിനിങ്. എക്സാം എന്നാൽ പരിശോധിക്കുക. അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നു ബാങ്കിങ് റെക്കോർഡ്സ് ബാങ്കിങ് രേഖകൾ.
ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻ എന്നുള്ള അർത്ഥം ഇടപാട് എന്നുള്ള അർത്ഥമാണ്. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സാമ്പത്തിക ഇടപാടുകൾ. ആൻഡ് മെഡിക്കൽ ഡോക്യുമെൻറ്റ്സ് മെഡിക്കൽ രേഖകൾ. റിലേറ്റഡ് ബന്ധപ്പെട്ട ടു ഓർഗൻ ഡൊണേഷൻ പ്രൊസീജിയേഴ്സ് ടു ട്രേസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ബെനഫിഷ്യറീസ് ഓഫ് ദ അലേജ്ഡ് ഇലീഗൽ ആക്ടിവിറ്റീസ്. ഇലീഗൽ ആക്ടിവിറ്റീസ് എന്നാൽ അർത്ഥം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ആക്ടിവിറ്റീസ് എന്നാൽ പ്രവർത്തനങ്ങൾ. ഇല്ലീഗൽ എന്നാൽ നിയമവിരുദ്ധമായ. ബെനഫിഷ്യറീസ് എന്നാൽ ഉപഭോക്താക്കൾ. ഐഡൻറ്റിഫൈ ദ ബെനഫിഷ്യറീസ് എന്നാൽ ഗുണഭോക്താക്കളെ തിരിച്ചറിയുക. ഓർഗൻ ഡൊണേഷൻ പ്രൊസീജിയേഴ്സ് ഇതിനർത്ഥം അവയവദാന നടപടിക്രമങ്ങൾ. പ്രൊസീജിയേഴ്സ് എന്നാൽ നടപടിക്രമങ്ങൾ. മൂവ്മെൻറ്റ് എന്നാൽ ഇവിടെ ഒഴുക്ക് എന്നുള്ള അർത്ഥമാണ്. മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് പണത്തിൻ്റെ ഒഴുക്ക്. ട്രേസ് എന്നാൽ കണ്ടെത്തുക. അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് രേഖകൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ അവയവദാന നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ രേഖകൾ എന്നിവ ഈ അന്വേഷണ സംഘം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ എന്തിന്? പണത്തിൻ്റെ ഒഴുക്ക് കണ്ടെത്താൻ വേണ്ടി. അതിനു വേണ്ടിയിട്ടും അതുപോലെ ഉപഭോക്താക്കൾ അതിൻ്റെ അവയവം സ്വീകരിച്ചിട്ടുള്ള ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിനും അവരെ കണ്ടെത്തുന്നതിനുമായിട്ട് ഉദ്യോഗസ്ഥർ ബാങ്ക് രേഖകൾ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയിട്ടുള്ള രേഖകളൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ദി ഏജൻസി ഈസ് ഓൾസോ പ്രോബിങ്. പ്രോബ് എന്നാൽ അന്വേഷണം. ഓൾസോ എന്നാൽ ഇതും എന്നുള്ള അർത്ഥമാണ്. ഈ ഏജൻസി ഇതും അന്വേഷിക്കുന്നുണ്ട്. അലിഗേഷൻസ് ദാറ്റ് ഫോർജ്ഡ് ഡോക്യുമെൻറ്റ്സ് വെർ യൂസ്ഡ് ടു അബ്റ്റെയിൻ അപ്രൂവൽസ് ഫോർ ഓർഗൻ ഡൊണേഷൻസ് ആൻഡ് ട്രാൻസ്പ്ലാന്റ്സ്. അലിഗേഷൻസ് എന്നാൽ ആരോപണങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ഫോർജ്ഡ് എന്നാൽ വ്യാജമായ എന്നുള്ള അർത്ഥമാണ്. ഫോർജ്ഡ് ഡോക്യുമെൻറ്റ്സ് വ്യാജമായിട്ടുള്ള രേഖകൾ. അബ്റ്റെയിൻ എന്നാൽ കരസ്ഥമാക്കുക എന്നുള്ള അർത്ഥമാണ്. സാധിപ്പിക്കുക, നേടുക, ഇതൊക്കെയാണ് അർത്ഥം. കൈവശപ്പെടുത്തുക. അപ്രൂവൽ എന്നാൽ അംഗീകാരം, സമ്മതം എന്നാണ് അർത്ഥം. അപ്രൂവൽ. വേർ യൂസ്ഡ് എന്നാൽ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള വ്യാജമായിട്ടുള്ള രേഖകൾ ഉപയോഗിക്കപ്പെട്ടു. അവയവദാനങ്ങൾക്കും അവയവ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള അനുമതികൾ നേടുന്നതിന് വേണ്ടിയിട്ട് വ്യാജരേഖകൾ ഉപയോഗിച്ചു എന്നിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളും ഏജൻസി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്.